എല്ലാ പ്രേക്ഷകർക്കും സ്നേഹവന്ദനം. യാത്രക്കിടയിൽ എന്ന പേരിൽ ഒരു പ്രതിവാര പ്രോഗ്രാം ഞാൻ ആരംഭിക്കുകയാണ്. ഒരു പ്രത്യേക വിഷയം മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, ഒരാഴ്ചയിൽ നടക്കുന്ന ശ്രദ്ധേയമായ പല വിഷയങ്ങളെക്കുറിച്ച് എൻ്റെ നിരീക്ഷണങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ പ്രതിവാര പങ്ക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ ആരംഭിച്ച കാലം മുതൽ യാത്രക്കിടയിൽ എന്ന പേരിൽ അതിനകത്ത് ഒരു കോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടക്കാലത്ത് അതിൻ്റെ പേരുകൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് യാത്രക്കിടയിൽ എന്ന പേരിൽ തന്നെ തുടരുന്നുണ്ട്. അതിനകത്ത് ഞാൻ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയൻ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ പല വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ധാരണകളും എൻ്റെ നിരീക്ഷണങ്ങളും എൻ്റെ ഒപ്പീനിയനും പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2025 പുതിയ വർഷം ഒരു മാസം നമ്മളെ വിട്ട് കടന്നുപോയി. ഈ കഴിഞ്ഞ മാസം കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനറൽ കൺവെൻഷനുകളുടെ മാസമായിരുന്നു. കുമ്മനാട് കൺവെൻഷൻ 2ാമത്തെ ആഴ്ചയിൽ നടന്നു. 3ാമത്തെ ആഴ്ചയിൽ ചർച്ച് ഓഫ് ഗോഡ് കൺവെൻഷൻ നടന്നു. 4ാമത്തെ ആഴ്ചയിൽ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ നടന്നു. ഈ 3 കൺവെൻഷനുകളിലും തുടർച്ചയായി അവിടെ പോകുകയും പല മീറ്റിങ്ങുകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു. കുമ്മനാട് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമെന്ന് എൻ്റെ പ്രേക്ഷകരിൽ പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ല എന്ന്. മനഃപൂർവ്വമായി കുമ്മനാട് കൺവെൻഷനെ കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നതാണ്. കുമ്മനാട് കൺവെൻഷനെ കുറിച്ച് മാത്രമല്ല, ഈ ജനറൽ കൺവെൻഷനുകളെ കുറിച്ചൊന്നും ഒരു വീഡിയോ ചെയ്യണ്ട എന്നുള്ള തീരുമാനമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതെൻ്റെ നിരീക്ഷണങ്ങൾ മാത്രം പറയുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമയം ചിലവഴിക്കുന്നത്. അവസാനം നടന്ന AG കൺവെൻഷനെ കുറിച്ച് ആദ്യം പറയാം. ഞായറാഴ്ച എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഒരു കാര്യം അവിടെ പാസ്റ്റർ TJ ശാമുവേൽ നടത്തിയ ഒരു പ്രസ്താവനയാണ്. അതായത് പറന്തലിൽ വിശാലമായ ഒരു കൺവെൻഷൻ ഫീൽഡും അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ പുനലൂരിൽ നിന്ന് പറന്തലിലേക്ക് മാറ്റി നടന്നു തുടങ്ങിയിട്ട് ചില വർഷങ്ങളായി. അതിന് പ്രധാനമായും മുഖാന്തരമായത് പരേതനായ പാസ്റ്റർ PS ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ഭരണസമിതി ഇങ്ങനെ പറന്തലിൽ സ്ഥലം വാങ്ങുവാൻ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നിലനിൽക്കുന്നുമുണ്ട്. എങ്കിലും ആ കൺവെൻഷൻ ഫീൽഡ് AGയെ സംബന്ധിച്ചിടത്തോളം ഒരു അസറ്റാണ്. പാസ്റ്റർ PS ഫിലിപ്പിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് അത് വാങ്ങുവാൻ സാധിച്ചത്. ഇപ്പോൾ അതിന്റെ സമീപത്ത് റോഡിന് മറുവശത്തായിട്ട് വീണ്ടും കൂടുതൽ സ്ഥലം പാസ്റ്റർ TJ ശാമുവേലിന്റെ നേതൃത്വത്തിൽ വാങ്ങിയിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു കൺവെൻഷൻ ഫീൽഡും അനുബന്ധ സൗകര്യങ്ങളും അവിടെ ഒരുക്കുവാൻ AG നേതൃത്വം, മലയാളം ഡിസ്ട്രിക്ട് നേതൃത്വം തയ്യാറായതിനെ ഞാൻ വളരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഞായറാഴ്ച നടന്ന ആരാധനയുടെ മധ്യത്തിൽ പാസ്റ്റർ TJ ശാമുവേൽ, മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ട്, ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവനയിൽ ഈ കൺവെൻഷൻ ഗ്രൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: പാസ്റ്റർ PS ഫിലിപ്പിന്റെ പരിശ്രമ ഫലമായാണ് ഈ കൺവെൻഷൻ ഗ്രൗണ്ട് വാങ്ങുവാനിടയായി തീർന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദീർഘവർഷങ്ങളായി 2 അധികാര കേന്ദ്രങ്ങൾ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഉണ്ടായിരുന്നു. ഒന്ന് പാസ്റ്റർ PS ഫിലിപ്പും 2 പാസ്റ്റർ TJ ശാമുവേലും. പാസ്റ്റർ PS ഫിലിപ്പിന്റെ നേതൃത്വത്തിലാണ് പറന്തലിലെ കൺവെൻഷൻ ഗ്രൗണ്ട് വാങ്ങുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ 2 അധികാര കേന്ദ്രങ്ങൾ നിലനിൽക്കുകയും ഈ 2 ഭാഗത്തായി AGയിലെ ശുശ്രൂഷകന്മാർ നിലകൊള്ളുകയും ചെയ്തിരുന്ന സുദീർഘമായ ഒരു കാലഘട്ടം കഴിഞ്ഞു. PS ഫിലിപ്പ് സാറിന്റെ നിര്യാണത്തെ തുടർന്ന് ഇപ്പോൾ TJ ശാമുവേൽ എന്ന് പറയുന്ന ഒരേ ഒരു നേതാവിലേക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പൊ TJ ശാമുവേൽ സാറും PS ഫിലിപ്പ് സാറും പരസ്പരം 2 ധ്രുവങ്ങളിൽ നിന്ന നേതാക്കൾ എന്ന വാസ്തവമായിരിക്കുമ്പോൾ തന്നെ ആത്മീയ ശുശ്രൂഷകളെല്ലാം ഒന്നിച്ച് ചെയ്യുകയും സഭയുടെ നേതൃത്വ രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നവരാണ്. അവർ തമ്മിൽ പരസ്പരം ഒരു വാക്കേറ്റമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നതായിട്ടും ആർക്കും അറിയില്ല. എന്നാൽ 2 അധികാര കേന്ദ്രങ്ങളായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് AGയിൽ വലിയ പ്രതിസന്ധികൾ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. പറന്തലിൽ ഇങ്ങനെ ഒരു മനോഹരമായ കൺവെൻഷൻ ഫീൽഡ് ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ ദിവസം പാസ്റ്റർ TJ ശാമുവേൽ ആരാധനയ്ക്കിടയിൽ ഈ കൺവെൻഷൻ പന്തലിനെ കുറിച്ച്, കൺവെൻഷൻ ഗ്രൗണ്ടിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞു,
പാസ്റ്റർ PS ഫിലിപ്പിന്റെ പരിശ്രമം മൂലമാണ് ഈ കൺവെൻഷൻ ഫീൽഡ് യാഥാർത്ഥ്യമായത്. അദ്ദേഹം അത് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങൾ കൈയടിക്കാൻ തുടങ്ങി. അപ്പോൾ ചില കോണുകളിൽ നിന്ന് കൈയടി ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം അവരെ പ്രോത്സാഹിപ്പിച്ചു. നിങ്ങൾ കൈയടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഉത്സാഹിപ്പിച്ചു. എല്ലാവരും ചേർന്ന് കൈയടിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരു നേതാവ് അദ്ദേഹം ചെയ്ത പ്രവൃത്തി, അദ്ദേഹം ചെയ്ത നന്മ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ പരിശ്രമം, അതിന് മറ്റൊരു ലീഡർ, ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ പരസ്പരം എതിർത്ത് നിന്നിരുന്ന രണ്ട് ലീഡേഴ്സിൽ ഒരാൾ ആ കാര്യം ഒന്ന് അക്നോളജ് ചെയ്യുകയും എടുത്തു പറയുകയും ജനത്തെ കൊണ്ട് കൈയടിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അത് പാസ്റ്റർ TJ ശാമുവേലിന്റെ ഹൃദയത്തിന്റെ ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സഭാ നേതാക്കൾക്ക് തുടർന്ന് കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. സഭകൾക്ക് അത് പ്രയോജനമായിരിക്കും. അതാണ് ലീഡേഴ്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം AGയുടെ ഈ പറന്തലിലുള്ള ഈ ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു ഓഫീസ് കോംപ്ലക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള കല്ലിടുന്ന ചടങ്ങ് അവിടെ നടന്നു. ആ കല്ലിട്ടത് എൻ്റെ സ്നേഹിതനായ ക്യാപ്റ്റൻ സ്റ്റാൻലി ജോർജ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പ്രമുഖനായ AGയിലെ ഒരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം പറഞ്ഞു, ഈ ബിൽഡിംഗ് ഇവിടെ പണിയുമ്പോൾ നിങ്ങൾ ഈ ബിൽഡിങ്ങിന് കൊടുക്കേണ്ട പേര് പാസ്റ്റർ PS ഫിലിപ്പ് മെമ്മോറിയൽ എന്നായിരിക്കണം. അങ്ങനെ കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു കാരണവശാലും അങ്ങനെ കൊടുക്കാൻ ഒക്കത്തില്ല, ഞങ്ങൾ അങ്ങനെ കൊടുക്കത്തില്ല എന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ആശയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. അദ്ദേഹം അതിനെ അപ്പോൾ തന്നെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷമാണ് ഞായറാഴ്ച TJ ശാമുവേൽ സാർ PS ഫിലിപ്പിനെ അക്നോളജ് ചെയ്തുകൊണ്ട് നല്ല വാക്കുകൾ പറയുകയും ജനങ്ങൾ കൈയടിക്കുകയും ചെയ്തത്. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇനി അസംബ്ലീസ് ഓഫ് ഗോഡ് കൺവെൻഷനിലും ചർച്ച് ഓഫ് ഗോഡ് കൺവെൻഷനിലും IPC കൺവെൻഷനുകളിലും നിരാശ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങൾ, അതായത് കൺവെൻഷനുകളുടെ ആദ്യ ദിവസങ്ങളിൽ വളരെ കുറച്ച് ആളുകളെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ അല്പം ഭേദമായി തോന്നിയത് ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷനാണ്. എന്നാൽ ഞാനൊരു നിർദ്ദേശം എന്നുള്ള നിലയിൽ പറയട്ടെ, അത് പ്രായോഗികമല്ല എന്ന് എനിക്കറിയാം, അപ്പോൾ തന്നെ പറയട്ടെ, ഈ ജനറൽ കൺവെൻഷനുകൾ മാറി വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം കുറയുന്നത് കൊണ്ട് 3 ദിവസമോ 4 ദിവസമോ ആക്കി മാറ്റുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടാണ് ആരംഭ ദിവസങ്ങളിൽ ആളുകൾ കുറയുന്നത്? പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ അതിനുണ്ട്. ആരംഭ ദിവസങ്ങളിലെ പ്രസംഗകർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്ന പ്രസംഗകരല്ല. പല ജനറൽ കൺവെൻഷനുകളിലും പെയ്ഡ് പ്രസംഗകരാണ് ആദ്യ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്നത് എന്ന ഒരു പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് പെയ്ഡ് പ്രസംഗകർ? കൺവെൻഷൻ നടത്തുവാൻ വലിയ ചിലവുണ്ട്. അങ്ങനെ ആ ചിലവ് നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ചിലവിന് പണം കണ്ടെത്തുക എന്നുള്ളത് എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം, കൺവെൻഷൻ നടത്തിപ്പുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായിട്ടും വലിയൊരു എമൗണ്ട് കൺവെൻഷന്റെ ചിലവിലേക്ക് സംഭാവന നൽകുന്ന ആളുകളെ അവർ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ വരുന്നവർക്ക് ഇവിടെ കൺവെൻഷന് പ്രസംഗിക്കാനോ ശുശ്രൂഷകളിൽ പങ്കാളിത്തമോ ഒക്കെ കൊടുക്കുക എന്നുള്ളത് ദീർഘവർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്നത് കൊണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും ആദ്യ ദിവസങ്ങളിൽ വരാതിരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റിംഗ് ഉള്ള കാലഘട്ടമാണ്. വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് ഈ കൺവെൻഷന്റെ ആദ്യ ദിവസങ്ങളെല്ലാം കാണുകയും അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും 1-2 മീറ്റിങ്ങുകളിൽ മാത്രം പോയി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു രീതി പൊതുവിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ജനറൽ കൺവെൻഷനുകളിൽ വ്യാഴം മുതൽ മാത്രമേ ആളുകൾ പങ്കെടുക്കുന്നുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ടുകളുടെ സമീപത്തുള്ള പാർക്കിംഗ് ഫെസിലിറ്റിയുടെ അപര്യാപ്തതയാണ്.
പണ്ട് നമുക്ക് ഇത്രയധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, വിശ്വാസി സമൂഹത്തിന് ഇത്രയധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് ഒരു വീട്ടിൽ ഒന്നും രണ്ടും കാറുകളുള്ള സാഹചര്യമുണ്ട്. ആളുകൾ വാഹനങ്ങളിൽ വരുമ്പോൾ ഇത് പാർക്ക് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുവാൻ നമ്മുടെ കൺവെൻഷൻ സംഘാടകർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ കൺവെൻഷൻ ഗ്രൗണ്ടുകളൊക്കെ ഇപ്പൊ AGയുടെ കൺവെൻഷൻ ഗ്രൗണ്ടാണ് സമീപകാലത്ത് വാങ്ങിയത്. അവർ സമീപത്ത് തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പാർക്കിങ്ങിന് സൗകര്യങ്ങളൊക്കെ ഒരുക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ പോലും അപര്യാപ്തമാണ് നമ്മുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ. കുമ്പനാട്ടെ കാര്യം പറയുകയും വേണ്ട. കുമ്പനാട്ട് ധാരാളം ഗ്രൗണ്ടുകൾ ഇത്തവണ അതിന്റെ സംഘാടകർ പല സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങൾ കണ്ടെത്തി, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കണ്ടെത്തി നിരവധി പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല സ്ഥലങ്ങളും കണ്ടു. എന്നാൽ അതൊന്നും പര്യാപ്തമല്ലാത്ത തരത്തിലാണ് വ്യാഴം മുതലുള്ള ജനങ്ങളുടെ തിരക്ക്, അല്ലെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ വരുന്നു. അപ്പോൾ ഒരിക്കൽ വന്ന് പാർക്ക് ചെയ്ത് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ ദൂരം നടന്ന കൺവെൻഷൻ ഗ്രൗണ്ടിൽ എത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ പിന്നീട് അവിടേക്ക് വരാതിരിക്കുവാൻ ശ്രമിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കൺവെൻഷനുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന ഈ കാര്യത്തിന് പരിഹാരം കണ്ടെത്തുവാൻ കൺവെൻഷൻ സംഘാടകർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സ്ഥലത്തിന്റെ വിലയിലൊക്കെ ഉണ്ടായിരിക്കുന്ന വർധനവും നമുക്കറിയാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലം കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി നടക്കുമോ എന്നറിയില്ല. കുമ്പനാട് കൺവെൻഷൻ പോലെയുള്ള സ്ഥലത്ത് പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. വിശാലമായ 10-20 ഏക്കർ സ്ഥലം അതിനുവേണ്ടി വാങ്ങി വിശാലമായൊരു ഇടത്തേക്ക് കൺവെൻഷൻ മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറയുമ്പോൾ ഞാൻ പാസ്റ്റർ ജേക്കബ് ജോണിനെ ഓർക്കുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുമ്പനാട്ട് അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട്, വളരെ കഠിനാധ്വാനം കൊണ്ട് അതിനോട് ചേർന്ന് 2 ഏക്കർ സ്ഥലം വാങ്ങുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് IPCക്ക് ഒരു വലിയ ആശ്വാസമാണ്. അവിടെയാണ് ഇപ്പോൾ ഡൈനിങ് ഏരിയ ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുപോലെ നിരവധി സ്ഥലങ്ങൾ ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ കൊടുക്കുവാനുണ്ടാകും. പക്ഷെ സംഘാടകർ, സഭയുടെ നേതൃത്വം അങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടെ മാറി വരുന്ന കാലത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇനി കുമ്പനാട് കൺവെൻഷനിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരുമ്പോൾ, കുമ്പനാട് കൺവെൻഷന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ചടങ്ങെന്നുള്ള നിലയിൽ, കൺവെൻഷൻ എന്നുള്ള നിലയിൽ ഇതിന്റെ സംഘാടകർ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിച്ചു. എനിക്ക് ആ കാര്യത്തിൽ അതിന്റെ സംഘാടകരെ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ തന്നെ എനിക്കൊരു വിഷമമുള്ള കാര്യം ഞാൻ പറയട്ടെ. പാസ്റ്റർ വത്സൻ എബ്രഹാം, അദ്ദേഹം രോഗിയായിരുന്നു. പക്ഷെ അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ മടങ്ങിയെത്തി. ദൈവം അദ്ദേഹത്തെ ഒരു മടങ്ങിവരവിന് അവസരം ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം ഇവിടെ വന്നു, കൺവെൻഷൻ നടത്തി, മടങ്ങിപ്പോയി. അദ്ദേഹം ഇത്തവണ കൺവെൻഷന് വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, പാസ്റ്റർ വത്സൻ എബ്രഹാം കൺവെൻഷന് തലേ ദിവസമോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ IPCയിലെ പ്രമുഖരായ ലീഡേഴ്സിനെ എല്ലാവരെയും വിളിച്ചിട്ട്, എല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ ലീഡേഴ്സിനും 10-25 പേരെ വിളിച്ചാൽ മതി. അങ്ങനെയുള്ളവരെ വിളിച്ചിട്ട്, ദൈവദാസന്മാരെ, നമ്മുടെ സഭയിൽ ഈ പരസ്പരമുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പരസ്പരം നമുക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ചു നിൽക്കണം. സഭ ഒന്നായി നിലകൊള്ളണം. എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളോട് ഞാനും ക്ഷമിക്കുവാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു പരസ്പര ധാരണയുടെയും ഒരു ഐക്യതയുടെയും ആത്മാവിലേക്ക് സഭയെ നയിക്കുവാൻ അദ്ദേഹത്തിന് പറ്റിയ ഒരവസരമായിരുന്നു. അദ്ദേഹം അത് കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സഭ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയുണ്ട്. സഭയിൽ 2 വിഭാഗങ്ങളുണ്ട്. അദ്ദേഹത്തെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അദ്ദേഹം എതിർക്കുന്ന സീനിയർ ലീഡേഴ്സ് ഉണ്ട്. പലരും കൺവെൻഷനിലൊക്കെ സഹകരിച്ചു എന്നുള്ളത് വാസ്തവമായിരിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പര താല്പര്യങ്ങളില്ലാതെ, ബഹുമാനമില്ലാതെ ഒന്നിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടമായി IPCയിലെ ലീഡർഷിപ്പ് മാറിയിട്ട് കുറെ കാലഘട്ടങ്ങളായി. അതിനൊരു പരിഹാരം വരുത്തുവാൻ പാസ്റ്റർ വത്സൻ എബ്രഹാമിന് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു അവസരമായിരുന്നു ഇത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ, ഈ അദ്ദേഹത്തിന്റെ രോഗവും അതിൽ നിന്ന് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വിടുതലും ഒക്കെ പശ്ചാത്തലമാക്കി അദ്ദേഹം അത് പറഞ്ഞിരുന്നെങ്കിൽ സഭയിലെ പ്രശ്നങ്ങൾ അതോടുകൂടി അവസാനിക്കുമായിരുന്നു.
പുതിയൊരു യുഗം IPCയിൽ പിറക്കുമായിരുന്നു. ആ അവസരം പാസ്റ്റർ വത്സൻ എബ്രഹാം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ സങ്കടമുണ്ട്. IPCയെ ഓർത്ത് സങ്കടമുണ്ട്. സഭ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ അതിനുള്ള അവസരം പാസ്റ്റർ വത്സൻ എബ്രഹാം നശിപ്പിച്ചു കളഞ്ഞു എന്ന് ദുഃഖത്തോടെ പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടട്ടെ. ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷനെ കുറിച്ച് പറയുമ്പോൾ പാസ്റ്റർ വൈ റെജി അധികാരം ഏറ്റുകഴിഞ്ഞ് ഓവർസിയർ ആയി കഴിഞ്ഞ് ആദ്യം നടക്കുന്ന കൺവെൻഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചു. പാസ്റ്റർ CC തോമസിന് ശേഷം അധികാരത്തിലേക്ക് എത്തിയ പാസ്റ്റർ വൈ റെജി അദ്ദേഹത്തിന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു. പൊതുവെ നോക്കിയാൽ ഭംഗിയായി കൺവെൻഷൻ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തന്നെ അവിടെയും സഭ നേരിടുന്ന വലിയ പ്രശ്നം പരിമിതമായ സൗകര്യങ്ങളെ ഉള്ളൂ. അവിടേക്ക് എത്തിപ്പെടുവാനുള്ള അല്ലെങ്കിൽ അവിടേക്കുള്ള പാർക്കിങ്ങിനുള്ള അവിടെ ചർച്ച് ഓഫ് ഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൗണ്ട് തിരുവല്ല പട്ടണത്തിന്റെ സമീപമാണെന്നുള്ളത് ഒരു ആശ്വാസമാണ്. വഴിയിലൊക്കെ പാർക്ക് ചെയ്യുവാൻ സാധിക്കും. എങ്കിലും ഒരു ഗ്രൗണ്ട് പാർക്കിങ്ങിന് വേണ്ടി കണ്ടെത്തുവാൻ സഭ ഒരു പുതിയ ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ സഭയ്ക്ക് വരും കാലങ്ങളിൽ കൺവെൻഷൻ ഭംഗിയായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നേതൃത്വം ഓർക്കേണ്ടതുണ്ട്. ചർച്ച് ഓഫ് ഗോഡ് കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ ഞാൻ കണ്ട മനോഹരമായ ഒരു കാഴ്ച, മനോഹരം എന്ന് പറയാനുള്ള കൗതുകകരമായ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല, പക്ഷെ അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഈ തിരുവത്താഴ് ശുശ്രൂഷ നടക്കുകയാണ്. തിരുവത്താഴ് ശുശ്രൂഷ നടക്കുമ്പോൾ എൻ്റെ ലോക്കൽ സഭയിലെ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഞാൻ അവിടേക്ക് പന്തലിലേക്ക് എത്തുന്നത്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ കൺവെൻഷൻ പന്തലിൽ തിരുവത്താഴ് ശുശ്രൂഷ നടക്കുന്നു. ജനങ്ങളെല്ലാം തിക്കി തിരക്കി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കൺവെൻഷൻ പന്തലിനോട് ചേർന്നുള്ള വഴിയിൽ കുറെ കുട്ടികൾ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അല്പനേരം അത് ശ്രദ്ധിച്ചു. അവര് രണ്ട് കളറുകളിലുള്ള പേപ്പർ കഷ്ണങ്ങൾ, പേപ്പർ മടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്വയറായിട്ട് മടക്കി ഉണ്ടായിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ ഒരു പേപ്പറിലേക്ക് മറ്റൊരു പേപ്പർ എറിഞ്ഞ് മറ്റേതിനെ മറിച്ചിടാൻ ശ്രമിക്കുന്ന ഒരു കളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിലെ കുട്ടികൾ അങ്ങനെ ഒരു കളിയിൽ ഏർപ്പെടുന്നത് കാണുന്നത്. അതായത് കൊറിയയുടെ ഏറ്റവും പ്രസിദ്ധമായ കൊറിയൻ TV ഷോയുണ്ട്. സമീപകാലത്ത് ഏറ്റവും ലോകപ്രസിദ്ധമായതാണ് സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന TV ഷോ. ആ ഷോയിലെ ഒരു ഗെയിമാണ് ഈ തിരുവല്ലയിലെ ചർച്ച് ഓഫ് ഗോഡിന്റെ കൺവെൻഷന് വന്നവരുടെ കുട്ടികൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുതിയ തലമുറയെ സ്വാധീനിക്കുന്ന വിഷ്വൽ മീഡിയയുടെയും ലോകമെങ്ങുമുള്ള നവീനമായ കാര്യങ്ങളുടെയും സ്വാധീനം എത്ര അധികമായിട്ട് നമ്മുടെ തലമുറകളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ തെളിവായിട്ട് എനിക്ക് തോന്നി ആ കുഞ്ഞുങ്ങളുടെ ആ കളി കണ്ടപ്പോൾ. ഓക്കെ, എനിവേ ഞാൻ ആ ഭാഗം വിടുന്നു. മറ്റൊരു വിഷയം, ഇതിപ്പോൾ ഞാൻ കേരളത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ദേശീയമായ വിഷയത്തിലേക്ക് വന്നാൽ നമ്മുടെ പാസ്റ്റർ ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിന്റെ ഭാര്യ ഷീജയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരുടെ കേസിൽ വിധി വന്നു. ആദ്യമായിട്ടാണ് മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വിധി വരുന്നത്. ഇതുവരെ ധാരാളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലരുടെയും കേസുകൾ വിചാരണ ഘട്ടത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ പലരും ജാമ്യത്തിലൊക്കെയാണ്. എന്നാൽ ഇവരുടെ കേസിൽ വിധി വന്നു. 5 വർഷത്തേക്കുള്ള അവരെ തടവിന് ശിക്ഷിച്ചു. അവരിപ്പോൾ ജയിലിലായിരിക്കുന്നു. ആ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പെർസിക്യൂഷൻ റിലീഫ് എന്ന് പറയുന്ന പ്രസ്ഥാനവും അതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ ഷിബു തോമസും വിശദീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, കഴിഞ്ഞ ദിവസം അവർക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ അതിന്റെ ഹിയറിംഗ് നടക്കും. എത്രയും പെട്ടെന്ന് അവരെ പുറത്തിറക്കുവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. എന്നാൽ ഇവിടെ നിരാശാജനകമായ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. 2 സുവിശേഷ പ്രവർത്തകർ, ഭാര്യയും ഭർത്താവും, അവർ പ്രായമുള്ളവരാണ്. അവർ ജയിലിലായിരിക്കുന്നു. കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വം ഈ കാര്യത്തിൽ ഇതുവരെ അവരുടേതായ ഒരു പ്രസ്താവന ഇറക്കുകയോ എന്തെങ്കിലും ആ കാര്യത്തിൽ മൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ്. ഇത് ഇപ്പോൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററും ഭാര്യയും
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആര് എന്നുള്ളതല്ല, ഒരു സുവിശേഷകനും ഭാര്യയും മലയാളികളായിട്ടുള്ളവർ, ഒരു സുവിശേഷകനും ഭാര്യയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരിക്കുന്നു. അതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ, ആ കാര്യങ്ങളിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടുവാൻ നമ്മുടെ സഭാ നേതൃത്വമൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശ നൽകുന്നത്. ഞാൻ എന്നെ ഒഴിവാക്കിയല്ല പറയുന്നത്, മാധ്യമങ്ങൾക്ക് പോലും ഈ കാര്യങ്ങളിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല, ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്നതിനകം അപ്പുറം കാര്യമായിട്ടൊന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ഭാഗം വിടട്ടെ. അപ്പോൾ തന്നെ ഒരു കാര്യം, ആ വാർത്ത ഞാൻ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ എൻ്റെ വീഡിയോ കണ്ടു. ഏകദേശം 70,000-80,000 ആളുകൾ ആ വീഡിയോ കണ്ടു. ആ കണ്ടവരിൽ പലരും എന്നെ നേരിട്ട് വിളിക്കുവാനിടയായി തീർന്നു. അതിൽ ചില ദൈവദാസന്മാരുണ്ട്. അമേരിക്കയിൽ കഴിഞ്ഞ തവണ PCNAC നേതൃത്വം നൽകിയ അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് എന്നെ വിളിച്ചു. അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാം, അവരുമായി ബന്ധപ്പെടുവാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഷെമ്മെ വർഗീസ് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം ചോദിച്ചു എന്തെങ്കിലും സഹായം അവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. സാധാരണക്കാരായ നിരവധി ആളുകൾ വിളിച്ചു. എന്നതിനപ്പുറം സഭാ നേതൃത്വത്തിനൊന്നും ഈ കാര്യങ്ങളിലൊന്നും ഇടപെടുവാൻ സാധിക്കുന്നില്ല, അതിനൊരു സംവിധാനമില്ല എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യമാണ്. എനിവേ, അവർക്ക് എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുവാൻ സാധിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ പോലെ മറ്റ് പല കേസുകളിൽ കുടുങ്ങിക്കിടക്കുന്ന, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ചില സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ, അതിന് മുന്നിട്ടിറങ്ങുവാൻ സാധിക്കുന്നവർ അതിനുവേണ്ടി തയ്യാറാകണം. പ്രോസിക്യൂഷൻ റിലീഫിനെയും ADF എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അവർക്ക് ചെയ്യാവുന്നത്രയും ചെയ്യുന്നുണ്ട്. എന്നാൽ സഭ, സംഘടനകൾ, നേതൃത്വങ്ങൾ ഈ കാര്യങ്ങളിൽ സജീവമായി ഇടപെടണമെന്നുള്ള ഒരു നിർദ്ദേശം ഞാൻ ആ രംഗത്ത് വെച്ചുകൊണ്ട് ആ ഭാഗത്തു നിന്ന് വിരമിക്കുന്നു. ദേശീയമായ വിഷയം കഴിഞ്ഞ് അടുത്തത് അന്തർദേശീയ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ, ട്രംപുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ലോകം മുഴുവൻ എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നത്. അതിന് വലിയ പുതുമയൊന്നുമില്ല. ആ കാര്യങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മീഡിയയും ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ എന്ത് പുള്ളി പ്രഖ്യാപിക്കുമെന്നോ നടപ്പിലാക്കുമെന്നോ ആർക്കും പ്രവചിക്കുവാൻ വയ്യാത്ത വിധം അത്ഭുതകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ എന്ന് പറയുന്നത്, അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന ആളുകളെ അവിടെ നിന്ന് കണ്ടെത്തി പിടിച്ച് പുറത്താക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലരെയും സൈനിക വിമാനങ്ങളിൽ കയറ്റി അയൽ രാജ്യങ്ങളിലേക്കൊക്കെ അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. അമേരിക്കയിൽ അഭയാർത്ഥികളായി എത്തിയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വഴി അല്ലെങ്കിൽ ആ ഭാഗത്തൂടെ മെക്സിക്കോ അതിർത്തിയിലൂടെയൊക്കെ അമേരിക്കയിൽ എത്തിയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ എത്തുന്നവരെ സഹായിക്കുവാൻ വേണ്ടി നിരവധി പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ മാഫിയ സംഘങ്ങളുണ്ട്. അപ്പോൾ തന്നെ ചാരിറ്റി ഓർഗനൈസേഷനുകൾ, ഇങ്ങനെ വരുന്ന അഭയാർത്ഥികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങൾ, വളരെ സിൻസിയറായി പ്രവർത്തിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളൊക്കെ എവിടെയുണ്ട്. മാത്രവുമല്ല, ഈ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ധാരാളം സഭകളുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ പള്ളികള്, നവ പെന്തിക്കോസ് സഭകളൊക്കെ ഈ ലാറ്റിൻ അമേരിക്കൻ മേഖലകളിൽ നിന്ന് വരുന്ന ധാരാളം ആളുകളെ, ആ അഭയാർത്ഥികളായി എത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഭകളുണ്ട്. അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു. അതുപോലെ അവർക്ക് അവിടെ അമേരിക്കയിൽ പിടിച്ചു നിൽക്കുന്നതിന് ആവശ്യമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന, ഷെൽട്ടർ ഒരുക്കി കൊടുക്കുന്ന, മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നിരവധി സഭകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി പ്രസ്ഥാനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ വലിയ അങ്കലാപ്പിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഗവൺമെന്റ് എയ്ഡുകളെല്ലാം നിന്നു പോയിരിക്കുന്നു. വലിയൊരു കയോസിലേക്ക്, വലിയൊരു പ്രതിസന്ധിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിപ്പെടുകയാണ്. ധാരാളം ആളുകൾ ഭീതിയോടുകൂടെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്ത്യാനിറ്റി ടുഡേയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ആ ആർട്ടിക്കിൾ സത്യത്തിൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്തൊരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി ടുഡേയുടെ എഡിറ്റർ ഇൻ ചീഫായിരിക്കുന്ന റസൽ മൂറാണ്. അദ്ദേഹം എഴുതിയ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ യെസ് ജീസസ് വാസ് എ റെഫ്യൂജി, അതായത് യേശുക്രിസ്തുവും ഒരു അഭയാർത്ഥിയായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ജനനം ബെത്ലഹേമിലായിരുന്നു. എന്നാൽ പിന്നീട് യേശുക്രിസ്തുവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഹെരോദാവിനെ ഭയന്നുകൊണ്ട് അവിടെ നിന്ന്
ഈജിപ്തിലേക്ക് പലായനം ചെയ്തു. ചില നാളുകൾ ഈജിപ്തിൽ അദ്ദേഹം പാർക്കേണ്ടി വന്നു. ഇത് നമുക്കറിയാം. ആ കോണ്ടസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് റസൽ മൂറിന്റെ ആർട്ടിക്കിൾ ഈ കാര്യം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്: അഭയാർത്ഥികളായിട്ടുള്ള എത്തിയിരിക്കുന്ന ആളുകളോട് യേശുക്രിസ്തുവിനോടുള്ള മനോഭാവത്തോടെ നമ്മൾ ഇടപെടണം എന്നുള്ള ഒരു ആശയമാണ് ക്രിസ്ത്യാനിറ്റി ടുഡേ മുന്നോട്ട് വെക്കുന്നത്. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തൊരു ആർട്ടിക്കിളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ യാത്രക്കിടയിൽ 1-ാം എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും.